ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പ്രിയ ആൻ്റണി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് KSRTCയിൽ നിന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് വഴി, ചാവക്കാട് നിന്ന് അതിരമ്പള്ളിയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ വേറൊരു പ്രത്യേകത ബഡ്ജറ്റ് ട്രിപ്പാണ്. 1000 രൂപ കൊണ്ട് നമുക്ക് എങ്ങനെ അതിരമ്പള്ളി എത്താമെന്നാണ് നമ്മൾ നോക്കുന്നത്. സ്ത്രീകൾക്ക് ഓർഡിനറി യാത്ര നമുക്ക് ഇപ്പോൾ ഫ്രീ ആണല്ലോ, അതുകൊണ്ട് തന്നെ പ്രിയയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. എൻ്റെ ടിക്കറ്റ് മാത്രമേ പ്രൈസ് വന്നുള്ളൂ. അതിരമ്പള്ളിയിൽ നമുക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് 60 രൂപയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 120 രൂപ വന്നു. അതിരമ്പള്ളിയിൽ ഞങ്ങൾ ഇടദിവസമായത് വന്നത്, അതുകൊണ്ട് തന്നെ അത്ര തിരക്കില്ല. അതിരമ്പള്ളി മുന്നേ പലവട്ടം വന്നതാണെങ്കിലും നമ്മൾ ഈ വട്ടം വന്നപ്പോൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് വെള്ളമില്ല. മെയിൻ കാരണം നല്ല രീതിയിൽ മഴ ഇല്ലാത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് പോകാനാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അവിടെ കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇവിടെ കുരങ്ങന്മാരൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ചെലവഴിച്ചു. അങ്ങനെ ഞാനും പ്രിയും വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് പോകാനായിട്ട് നടക്കാട്ടാ. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട് താഴേക്ക്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്ന് ഇത് തന്നെയാട്ടാ. ഒരു തവണ വന്നാലും ആദ്യമായി കാണുന്ന ഒരു ഫീലാണ്. വെള്ളം പതിക്കുന്ന ശബ്ദം, ചുറ്റുമുള്ള പച്ചപ്പ്, ക്യാമറ എത്ര പകർത്തിയാലും മതിയാവണില്ല കേട്ടാ. അങ്ങനെ ഈ വെള്ളച്ചാട്ടിൻ്റെ അടുത്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ നല്ല സമയം ഇവിടെ ചെലവഴിച്ചു. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ ഇവിടെ നിന്നാ നമ്മൾ മൊത്തം നനയും. അത്രയ്ക്ക് വെള്ളമില്ലേ, ഇവിടെ മഴ കുറവുള്ളതായതുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും എന്നാലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാ, ഒരു മഴക്കാരുള്ള ക്ലൈമറ്റ്. ഞങ്ങൾ KSRTCയിലാണ് വന്നേ. നല്ല യാത്ര കേട്ടാ. നമുക്ക് വണ്ടി ഓടിക്കണ്ടല്ലോ, അപ്പോൾ ടയേർഡ്നെസ് ഫീൽ ചെയ്തില്ല. പിന്നെ നമുക്ക് KSRTCയിലാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് അതെ അതെ. മഴ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ നടക്കാൻ പറ്റി. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും നമുക്ക് കടക്കാൻ തന്നെ പറ്റില്ല, അത്രയ്ക്കും വെള്ളമായിരുന്നു. റിട്ടേൺ പോയിട്ടാ. ഇനി ഇവിടെ നിന്ന് 2:30 3:00 ബസ്സുകളുണ്ട്. അപ്പോൾ KSRTC കുറച്ചും കൂടി സുഖം പോകാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മലക്കപ്പാറയ്ക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. നോക്കട്ടെ, വണ്ടി അവൈലബിൾ ആണെങ്കിൽ മലക്കപ്പാറ കൂടി നിങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ റിട്ടേൺ ചെയ്യാണ്. ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കയറണം. അപ്പം മലക്കപ്പാറയ്ക്ക് ബസ് ഉണ്ടെന്നാണ് ഒന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ 2 മണിക്ക് ബസ് ഇപ്പോൾ 1:45 ഉണ്ട്. ഞങ്ങളിവിടെ കാത്തിക്കുക, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ പ്ലാൻ മാറി. അടുത്ത ബസ് കിട്ടിയപ്പോൾ നേരെ മലക്കപ്പാറയിലേക്ക്. സത്യത്തിൽ അതിരമ്പള്ളി കഴിഞ്ഞാണ് ഈ യാത്രയുടെ യഥാർത്ഥ ഭംഗി തുടങ്ങുന്നത്. ഓരോ വളവും ഓരോ കാഴ്ചയും വേറെ ലെവൽ. ഒരു വശം കാട്, മറ്റൊരു വശം മല, ഇടയ്ക്ക് മൂടൽമഞ്ഞ്, ചില ഭാഗങ്ങളിൽ സൂര്യപ്രകാശവും പോലും മരങ്ങൾക്കിടയിലൂടെ മാത്രം. മലക്കപ്പാറ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ വേറെ ഒന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പാട്ടാ. നമ്മൾ ഈ ബസ്സിൻ്റെ ഈ ജനാലകൾ തുറന്നതുകൊണ്ടാണോ അതോ മഴക്കാരുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല തണുപ്പാണ്. ഈ ബസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പോകുമ്പോൾ ഓരോ ഹെയർ പിൻ എത്തുമ്പോൾ KSRTC ബസ് ഇതുപോലെ ബാക്ക് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും നമുക്ക് ആദ്യം വരുന്നവരാണെങ്കിൽ. എന്നാലും നല്ലൊരു യാത്രയാട്ടാ ഈ KSRTC യാത്ര. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല എളുപ്പമാണ്. വേറെ ക്യാഷ് ഒന്നും ചിലവാക്കണ്ടല്ലോ. ഇതേപോലെ ഫ്രീ ആയിട്ട് സ്ഥലങ്ങൾ പോയി കറങ്ങാം. മലക്കപ്പാറ എത്തിയപ്പോൾ തന്നെ മനസ്സ് ഒരുപാട് റിലാക്സായി. ചായത്തോട്ടങ്ങളും തണുത്ത കാറ്റ്, ഒരു ശബ്ദവുമില്ലാത്ത അന്തരീക്ഷം. നഗരത്തിലെ തിരക്കിൽ നിന്ന് കുറച്ച് മണിക്കൂർ മാറി നിൽക്കാൻ ഇതിനും നല്ല സ്ഥലം വേറെയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കുറച്ച് സമയം നടന്നു, കാഴ്ചകൾ ആസ്വദിച്ചു, കുറച്ച് ഫോട്ടോകളും എടുത്തു. വലിയ പരിപാടികളൊന്നുമില്ല, പ്രകൃതിയെ ആസ്വദിക്കുകയായിരുന്നു പ്രധാന ഉദ്ദേശം. ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ ചെലവ് എത്രയായി എന്നാണ്. ബസ് ടിക്കറ്റ്, ഭക്ഷണം, ചെറിയ ചായയും സ്നാക്സും എല്ലാം കൂടി ഏകദേശം 1000 രൂപ ബഡ്ജറ്റിൽ താഴെ തന്നെ ട്രിപ്പ് വന്നുള്ളൂട്ടാ. അതുകൊണ്ട് വലിയ ബഡ്ജറ്റ് ഇല്ലെങ്കിലും ഒരു ദിവസം നല്ലൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ റൂട്ട് തീർച്ചയായും പരീക്ഷിക്കാം. ഈ ബസ്സിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരാട്ടാ. ഞാൻ കാർ ഓടിച്ച് പോവുകയാണെങ്കിലും ഇതേപോലെ ആസ്വദിച്ച് ഇതേപോലെ കാണാനൊന്നും പറ്റാറില്ല.
നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളാവുമ്പോൾ ഇതേപോലെ പുറത്ത് എപ്പോഴും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചുള്ള യാത്രയിൽ ഒരു കാര്യം മനസ്സിലായി. ചില യാത്രകൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അതിലും മനോഹരമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഈ യാത്രകൾ. അതിരമ്പള്ളി മാത്രം കരുതി ഇറങ്ങിയ ഞങ്ങളുടെ ട്രിപ്പ് അവസാനം മലക്കപ്പാറ വരെ എത്തി. അതാണ് ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളും ഈ റൂട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ പറയണേ. ഇനി പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും ചോദിക്കാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വാൽപ്പാറ പോവാണ്ട, 22 കിലോമീറ്റർ ഉള്ളൂ. 6:30 ഇവിടെ നിന്ന് ഒരു ബസ് ഉണ്ട് നമുക്ക് വാൽപ്പാറയ്ക്ക്. അവിടെ നിന്ന് നമുക്ക് പൊള്ളാച്ചി പോവാം. പൊള്ളാച്ചിയിൽ നിന്ന് വേണമെങ്കിൽ തൃശ്ശൂർ വരാം. പക്ഷെ കൊച്ചൊക്കെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇനി അധികം സമയം ചെലവഴിക്കാനില്ല. മൊബൈലിൻ്റെ ചാർജ് ആണെങ്കിൽ തീരാറായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ട്ടാ. എങ്ങനെയുണ്ട് തണവ്? അത്യാവശ്യം പിന്നെ വേറെ കാര്യം, പ്രിയദർശനിലാണ്. പ്രിയദർശിനി KSRTC സ്ത്രീ സൗജന്യ യാത്രയിലാണ്. അപ്പോൾ എനിക്ക് ഫ്രീ ആണ്. എൻ്റെ എനിക്ക് മൊത്തം പേടി വന്നിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരിങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറി വരാം, KSRTCയിൽ വരാം, ചാലക്കുടി ഇറങ്ങാം, ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ അല്ലെങ്കിൽ അതിരമ്പള്ളിയുള്ള ബസ് കിട്ടും. ഫ്രീ ആയിട്ട് വരാം, തിരിച്ച് വീട്ടിലെത്താം. ഓക്കെ. മടക്കം വരുന്ന യാത്രയിൽ നമുക്ക് കാട്ടാനേനെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റിയിട്ടാ. അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇങ്ങനെ ബഡ്ജറ്റ് ട്രിപ്പുകളും KSRTC യാത്രകളും കേരളത്തിലെ മനോഹരമായ സ്ഥലങ്ങളും നമ്മൾ ഒരുമിച്ച് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. സുഖമായി ഇരിക്കൂ. യാത്രകൾ തുടരും.